മന്ത്രി വി എൻ വാസവനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബിന്ദുവും അടക്കമുള്ളവർ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനുമുണ്ട്. അവർ വാർത്താ സമ്മേളനം നടത്താൻ എത്തിയപ്പോൾ ഒരു സ്ത്രീ ഈ വാർത്താ സമ്മേളനം നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവർക്ക് മുന്നിൽ കയറി നിൽക്കുകയാണ്. ബിനിൽ വിവരങ്ങൾ നൽകും. ബിനിൽ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ശ്രീജ, മന്ത്രിസഭാ യോഗത്തിന് ശേഷം മന്ത്രി വി എൻ വാസവൻ, ആർ ബിന്ദു, അതോടൊപ്പം തന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവർ വാർത്താ സമ്മേളനത്തിനായി കളക്ടറേറ്റിലെ PR ചേംബറിലേക്ക് എത്തിയതാണ്. അപ്പോഴാണ് മന്ത്രിമാർക്കൊപ്പം ഒരു സ്ത്രീ കൂടി വന്നത്. അവരുടെ വീടുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് ഉന്നയിക്കുന്നവർ. മുൻപ് ഈ കളക്ടറേറ്റിൽ ചില പരാതികളുമായി വന്നിരുന്നു. പക്ഷേ ആ പരാതികൾക്ക് പരിഹാരമുണ്ടായില്ല. തുടങ്ങിയ ആക്ഷേപങ്ങളാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മന്ത്രിമാർ വാർത്താ സമ്മേളനത്തിൽ വന്ന് ഇരുന്നു കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് മുന്നിൽ ആ സ്ത്രീ നിൽക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പോലീസ് അവരുടെ വിഷയത്തിൽ ഇടപെടുന്നില്ല, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല തുടങ്ങിയ പരാതികളാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വനിതാ പോലീസ് ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയാണ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. കാരണം അവരോട് ഈ വാർത്താ സമ്മേളനം തുടങ്ങുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാം, അങ്ങോട്ടേക്ക് മാറും എന്ന് മാധ്യമപ്രവർത്തകരും അതോടൊപ്പം തന്നെ മന്ത്രിമാരും ഒക്കെ തന്നെ പറഞ്ഞിരുന്നെങ്കിലും അവർ അതിനെ കൂട്ടാക്കുന്നില്ല. അവർ പ്രതിഷേധിച്ച് ഇതിന് മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അതാണ് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം തുടങ്ങുന്നതിനൊരു തടസ്സമായിട്ടുള്ളത്. ഇവരുടെ പ്രശ്നം അവരുടെ വ്യക്തിപരമായ ചില വിഷയങ്ങളാണ്, അവരുടെ ചില വീടുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ തന്നെയാണ്. അത് നേരത്തെ പലവട്ടം അവർ ഈ കളക്ടറേറ്റിൽ വന്നു പരാതി പറഞ്ഞു. പക്ഷേ അവരുടെ പരാതികൾക്ക് പരിഹാരം ഉണ്ടാകുന്നില്ല എന്നതൊക്കെയാണ് അവരുടെ ആക്ഷേപം. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മന്ത്രി ആർ ബിന്ദു അടക്കം ഈ കാര്യത്തിൽ ഇടപെടുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവർ അവരുടെ പ്രശ്നങ്ങൾ കാലങ്ങളായി കേൾക്കുന്നില്ല എന്നൊരു പരാതിയുമായി അവരെങ്ങനെ നിൽക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുന്നത്. ശരി, അടിയന്തര മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം മന്ത്രിമാർ വാർത്താ സമ്മേളനത്തിനായി എത്തിയതാണ് കളക്ടറേറ്റിലെ PR ചേംബറിൽ. അപ്പോഴാണ് അതിനാടകീയമായി അവിടെ ഒരു സ്ത്രീ പ്രതിഷേധവുമായി എത്തിയത്. അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. അവർ കുറേയേറെ നാളുകളായി അവിടെ ഈ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. അവരുടെ പ്രശ്നം പരിഹരിക്കാതെ വാർത്താ സമ്മേളനം നടത്തണ്ട എന്നതാണ്. ഇതിനുശേഷം പ്രശ്നം എന്തായാലും അത് പരിഗണിക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് അവർക്ക് ബോധ്യപ്പെടുന്നില്ല. അവരവിടെ തന്നെ തുടരുകയാണ്. വനിതാ പോലീസ് എത്തിയാൽ മാത്രമേ അവരെ അവിടെ നിന്ന് അല്ലാതെ ബലമായി മാറ്റാൻ കഴിയില്ല. സ്വാഭാവികമായും വനിതാ പോലീസ് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവിടേക്ക് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെത്തി.